ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ഈ കാണുന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ മെറീന ബീച്ചിലേക്കാണ് പോകുന്നത്. ചെന്നൈ സെൻട്രലിൽ നിന്ന് 4 കിലോമീറ്ററാണ് മെറീന ബീച്ചിലേക്കുള്ളത്. ബസ്സിലാണ് മെറീന ബീച്ചിലേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. ഇവിടെ എല്ലാം ഗവൺമെൻറ് ബസ് ആയതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ്. ഈ കാണുന്നതാണ് എം.എ. ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം. നമ്മളങ്ങനെ മെറീന ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ചെന്നൈയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് മറീന ബീച്ച്. റോട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ബീച്ചിലേക്ക് എത്താൻ കഴിയുക. ബീച്ചിലേക്ക് പോകുന്ന വഴികളൊക്കെ കടകളാണ്. ഞാനിപ്പോൾ എത്തിയത് ഉച്ചയ്ക്കാണ്. കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. നമ്മളേതായാലും ഇവിടെ വൈകിട്ട് വരെ നിൽക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ എല്ലാ കടകളും ഓപ്പൺ ആവും. ഫുഡിൻ്റെ കടകളൊക്കെ ഓൾറെഡി ഓപ്പൺ ആണ്. ഇവിടെ കാണാൻ കഴിയുന്ന മീനാണ്. ഇവിടെ വെറൈറ്റി ആയ നിരവധി മീനുകളുണ്ട്. 100 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇതാണ് പ്രശസ്തമായ മറീന ബീച്ച്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ബീച്ചുകൾ ഒന്നാണിത്. നമ്മുടെ ഇവിടെ വന്ന സമയം ഉച്ചയാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഇവിടെ. ഈ ബീച്ച് കാണാൻ ഏറ്റവും നല്ല സമയം വൈകിട്ടാണ്. വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാ കടകളും ഓപ്പൺ ആവും. അതുപോലെ നല്ല തിരക്കുമായിരിക്കും. നമ്മളേതായാലും വൈകിട്ടുള്ള കാഴ്ചകൾ കൂടി ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന MGR, അതുപോലെ ജയലളിത, കരുണാനിധി എന്നിവരുടെ ശവകുടീരങ്ങളാണ്. മറീന ബീച്ചിൽ തന്നെയാണ് ഈ സ്ഥലവുമുള്ളത്. ഇനി നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഡോക്ടർ MGRൻ്റെയും അതുപോലെ ജയലളിതയുടെയും ശവകുടീരമാണ്. ഡോക്ടർ MGR ആൻഡ് ഡോക്ടർ ജയലളിത മെമ്മോറിയൽ എന്നാണ് ഈ സ്മാരകത്തിൻ്റെ പേര്. 8 ഏക്കറിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ്റെ പിതാവും അതുപോലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന M. കരുണാനിധിയുടെ ശവകുടീരമാണ്. വളരെ വിശാലമായ ഒരു മ്യൂസിയമാണ് ഇവിടെ നിർമ്മിച്ചത്. നിലത്തൊക്കെ ഫുൾ മാർബിൾ ചെയ്താണ്.
ഇനി നമുക്ക് മെറീന ബീച്ചിന്റെ രാത്രികാല കാഴ്ചകളിലൂടെ കാണാം. ഇവിടെ എല്ലാ കടകളും ഓപ്പണായി, അതുപോലെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് മെറീന ബീച്ചിലേക്ക് പോകുന്ന വഴി. രണ്ട് സൈഡിലും കടകളാണ്. അതുപോലെ എല്ലാ കടയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ബീച്ചിൽ നിന്ന് വ്യത്യാസമായി മറീന ബീച്ചിലുള്ളത് റോഡിൽ നിന്ന് കുറേ ദൂരം നടക്കാണ്ട് ബീച്ചിലേക്ക്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നിരവധി കടകളുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.